ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ കൂട്ടിയിരിക്കുന്ന ഒരു സദസ്സിൽ, ആ സദസ്സിലിരുന്ന സ്വഹാബാക്കളും റസൂലും പെട്ടെന്നൊരു ഘോര ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു ശബ്ദം കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായോ സ്വഹാബത്ത് ഈ ശബ്ദം എന്താണ് എന്ന്? ഇത് എവിടെ നിന്ന് കേട്ടു? എന്താണ് ഈ ശബ്ദമെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, നമുക്ക് മനസ്സിലായില്ല. അല്ലാഹു വ റസൂലുഹു അഅലം. അല്ലാഹുവും റസൂലുമാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി അറിയുന്നവർ എന്ന്. അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ, അറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഇതിലെന്തോ ചില കാര്യങ്ങൾ റസൂൽ നമ്മളോട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യം അങ്ങനെ ചോദിക്കുന്ന വേളയിലെല്ലാം അവർ പറയുന്നൊരു പൊതുവായ മറുപടിയാണ്, അള്ളാഹുവും അവൻ്റെ റസൂലും ഏറ്റവും നന്നായി കാര്യങ്ങൾ അറിയുന്നു എന്ന്. അല്ലാതെ അള്ളാഹു അറിയുന്നത് പോലെ റസൂൽ അറിയുന്നു എന്നതിന് അതിന് താല്പര്യവുമില്ല, ഉദ്ദേശവുമില്ല. റസൂൽ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ റസൂലുള്ളാഹി വളരെ വ്യക്തമായ അറിവുണ്ട്. അതാണ് സ്ഥലത്തിൻ്റെ പേര്, ഈ സ്ഥലം നിങ്ങൾക്ക് ഏതെന്നറിയുമോ എന്ന് റസൂൽ ചോദിച്ചപ്പോൾ പറഞ്ഞതും അള്ളാഹു റസൂൽ അലം എന്നാണ്. അപ്പോൾ റസൂൽ ഇത് ബൽദ് എന്ന സ്ഥലമല്ലേ, ഈ ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോഴും റസൂൽ ചോദിക്കുന്നൊരു സന്ദർഭം വെച്ച് ഡേറ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതല്ല, എന്തോ നമ്മൾ അറിയിക്കാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് അള്ളാഹുവും റസൂലുമാണ് അറിയുന്നത് എന്ന് അറിവിനെ അവരിലേക്ക് ചേർത്തിട്ട് വിനിയാനെതിരായി അറിവ് കാത്തിരിക്കുന്ന ശൈലി സ്വഹാബാക്കൾക്കുണ്ടായത് കൊണ്ടാണ് ഇത്തരൊരു മറുപടി പറഞ്ഞത്. ഈ ശബ്ദത്തെ സത്യത്തിൽ അവർ ധാരണയില്ല, ഈ ശബ്ദത്തെക്കുറിച്ച് ധാരണയുമില്ല. അപ്പോഴും അള്ളാഹുവിനെയും റസൂലിലേക്കും ചേർത്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവും റസൂലും ഏറ്റവും നന്നായിട്ട് അറിയുന്നുണ്ട് എന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതൊരു കല്ലിൻ്റെ ശബ്ദമാണ്. ഹാദാ ഹജറുൻ, ഇതൊരു കല്ലിൻ്റെ ശബ്ദമാണ് ഈ കേട്ടത്. ഏത് കല്ലെന്നറിയുമോ? 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് ഇടപെട്ടൊരു കല്ല്. മുന്തു സബഈന ഹരീഫ എന്ന് 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് ഇടപെട്ട ഒരു കല്ലാണിത്. അത് വീണുകൊണ്ടേയിരിക്കുകയായിരുന്നു. യഹ്ബി ഇലാ ജഹന്നം, നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക്, ഹത്തന്തഹ ഇലാ കാരിഹ, നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് അത് താന്നു പൊക്കോണ്ടേയിരിക്കുകയായിരുന്നു. 70 വർഷം മുമ്പ് ഇട്ട കല്ല്. ഇപ്പോൾ ഈ കേട്ട ശബ്ദമുണ്ടല്ലോ, അടിത്തട്ടിൽ പോയി പതിച്ച ശബ്ദമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചില അപൂർവമായ ചില സംഭവങ്ങളിൽപ്പെട്ടതാണിത്. ഇത്തരം ഈ ശബ്ദം കേൾപ്പിക്കുക എന്ന് സ്വഹാബാക്കളെ കൂടി കേൾപ്പിച്ചതിന് ഈ ശബ്ദത്തെ ഉണ്ടാക്കുക എന്ന അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബാക്കൾക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കണമെന്നതും റബ്ബിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് കേട്ടു. ആ കേട്ടത് കൊണ്ട് റസൂൽ ഇങ്ങനെ വിശദീകരിച്ചു, വലിയൊരു അറിവ് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. ഈ നരകമെന്നുള്ളത് 70 വർഷം കൊണ്ട് ഒരു കല്ലിടപ്പെട്ടിട്ട് 70 വർഷം കഴിഞ്ഞു വേണം അത് താഴെത്തട്ടിൽ എത്താനെന്ന് പറയുമ്പോൾ എത്ര ആഴമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ 14,88,00,000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന സൂര്യൻ്റെ പ്രകാശം ഏകദേശം 8 മിനിറ്റോ മറ്റോ സമയം കൊണ്ടാണ് ഇവിടെ എത്തുന്നത് കൃത്യമായിട്ട്. അപ്പോൾ അത്രയേറെ വേഗതയിൽ ഇവിടെ എത്തുമ്പോൾ ഇത്രയും വലിയ ദൂരമുണ്ട്, 14 കോടിയിലേറെ. എന്നാൽ നരകത്തിലേക്ക് 70 വർഷങ്ങൾ ഒരു കല്ല് സഞ്ചരിച്ചതിന് അടിത്തട്ടിലെത്തുമ്പോൾ അത്രയും വലിയ ആഴം നരകത്തിനുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭയാനകത എത്രയോ ഗൗരവപ്പെട്ടതാണെന്ന് റസൂൽ പരിചയപ്പെടുത്താൻ ശ്രദ്ധിക്കുന്ന ഈ വിഷയത്തിൽ ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ നരകത്തെ മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നിറയ്ക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇത്രയും ആഴമുള്ള, ഇത്രയും വിശാലതയുള്ള ഈ നരകത്തെ മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നിറയ്ക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ നരകത്തിൽ നിന്ന് സദാ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നവരാണ് സത്യത്തിൽ യഥാർത്ഥ സത്യവിശ്വാസികളും അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമകളുമെന്ന്. അത് ഖുർആൻ സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമാരെന്നറിയുമോ? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ വിനയത്തോടെ നടക്കുന്നവരാണ്. അഥവാ ജീവിതത്തിലുടനീളം വിനയം മുഖമുദ്രയാക്കി ജീവിക്കുന്നവരാണ്. അവർക്ക് അഹന്തയുണ്ടാവില്ല. അനാവശ്യമായ തർക്കങ്ങൾക്കും കുതർക്കങ്ങൾക്കും നിൽക്കാത്തവരാണ്. വിഡ്ഢികളോട് നന്നേ മാറി നിൽക്കുന്നവരാണ്. അവിവേകികളായ മനുഷ്യരോട് തർക്കത്തിന് നിൽക്കാതെ അവരിൽ നിന്നും ശാന്ത സ്വഭാവത്തോട് മാറി നിൽക്കുന്നവരാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമകൾ. വലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അള്ളാഹുവിന് വേണ്ടി രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുത്തി നമസ്കരിക്കാൻ നിൽക്കുന്നവരുമാണവർ. ഖിയാമുലായി, സുജൂദിലായി, പ്രാർത്ഥനയിലായി കഴിഞ്ഞുകൂടുന്നവരുമാണവർ. എന്നിട്ട് അള്ളാഹു പറയാണ്, വല്ലദീന യഖൂലൂന റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം.
വിനയത്തോടെ നടന്നു. അള്ളാഹു പറഞ്ഞതുപോലെ വിനയാന്വിതമായി ജീവിച്ചു. ജനങ്ങളിൽ നിന്ന് അനാവശ്യമായ പ്രകോപനങ്ങൾ ഉണ്ടായപ്പോൾ ശാന്തത കൈവടിയാതെ സമാധാനം അവലംബിച്ചു. തർക്കമില്ല ഇവിടെ. രാത്രികാലങ്ങൾ എല്ലാവരും പുതച്ചുറങ്ങുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ഉറക്കമെഴുന്നേറ്റ് നമസ്കരിച്ചു. അങ്ങനെ സുജൂദിലും ഖിയാമിലും കിടന്നപ്പോഴും ആ അമല് കൊണ്ട്, ഈ ജീവിത ശൈലി കൊണ്ട് നമ്മൾ വിജയിച്ചവരാണ്, നമുക്ക് സ്വർഗം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസത്തോടെ കഴിച്ചുകൂട്ടാൻ അവർക്കുണ്ടായില്ല. അപ്പോഴും അവരെ പ്രാർത്ഥന ഇതായിരുന്നു, അല്ലാഹുവേ റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്നഹാ ഖുറാമ ഇന്നഹാ സാത്ത് മുസ്തഖറമ മുഖാമ എന്ന് നിരന്തരമായി പിടികൂടുന്ന, വിട്ടുകളയാതെ മനുഷ്യനെ പിന്തുടരുന്ന നരകമെന്ന ഭയാനകമായ ശിക്ഷയിൽ നിന്ന് നമ്മളിതാ കാവൽ ചോദിക്കുന്നു. നമ്മളെ രക്ഷിക്കണേ അല്ലാഹുവേ എന്ന്. അതിനേക്കാൾ മോശം താവളമില്ല, അതിനേക്കാൾ മോശം സങ്കേതവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആ പോയിന്റ് അള്ളാഹുവിനോട് നിരന്തരമായി അള്ളാഹുവെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഓരോ വിശ്വാസികളുടെയും ബാധ്യതയാണ്. ഈ നരകമെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കതൊക്കെ പറയാനിപ്പോൾ വലിയ താല്പര്യമില്ല, നമുക്ക് പോലും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. കാരണം നമ്മൾ ജനിച്ചതിൻ്റെ പേരിൽ മുസ്ലിമുകളാവുകയും ശീലിച്ചതിൻ്റെ പേരിൽ നമസ്കരിക്കുകയും അങ്ങനെ ശീലമാകിയതിൻ്റെ പേരിൽ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അല്ലാതെ ഇസ്ലാമിൻ്റെ പരലോകത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പഠിക്കാനോ അത് വിശ്വസിക്കാനോ പോലും നമ്മൾ ഈമാനുള്ളവർ എന്ന് പറയുന്നവർക്ക് പോലും ഇന്ന് താല്പര്യമില്ല. ഈ ജനങ്ങളെ നന്മയുടെ വഴിയിൽ നടത്താൻ വേണ്ടി പറഞ്ഞുപോയ കെട്ടുകഥകളും സങ്കല്പങ്ങളുമാണ് നരകവും സ്വർഗവും എന്ന് ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ പോലും നമുക്കിടയിലില്ലേ. നമുക്കിടയിൽ പോലും മുസ്ലിങ്ങളെന്ന് പറയുന്നവർ പോലും പല ആൾക്കാരും അതൊക്കെ ചില കെട്ടുകഥകളാണ്, മിത്തുകളാണ്, വെറും ധാരണകളാണ്, ചില സങ്കല്പങ്ങളാണ്. ജനങ്ങൾ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിപ്പിക്കുക. ചെറുതിലെ കൊച്ചിലെ ഉമ്മായും ബാപ്പായും ഒക്കെ മക്കൾ നല്ലത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി, അത് ഉച്ചയാണ്, അത് ഊവാണ്, അപകടമാണ്, തീയാണ്, പൊള്ളും, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ടി വിയുടെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തി, കണ്ണാടികളിൽ നിന്ന് മാറ്റി നിർത്തി, ഗ്ലാസ് തൊടാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഓരോന്നും കുഞ്ഞു മക്കളെ അവരെ കൃത്യമായ ഒരു നിർദ്ദേശം കൊടുത്ത് അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഭയപ്പെടുത്താറുണ്ട്. പ്രേതം വരുമെന്ന് പറയും, അത് കണക്ക് പലതും പറയും, ഇരുട്ടിനെ പേടിപ്പിക്കും, പലതും പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് മക്കൾക്ക് ആഹാരം കൊടുക്കുക. അല്ലേ, അതങ്ങ് നല്ലതെന്നല്ലേ, അങ്ങനെ ചെയ്യാറുണ്ട്. അതങ്ങ് നല്ല ശൈലിയല്ല താനും. അങ്ങനെ പേടിപ്പിച്ചിട്ടാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ അവരങ്ങനെ തന്നെ എന്തിനേയും ഭയക്കുന്നവരായി മാറും. അങ്ങനെ പേടിപ്പിക്കുന്ന കഥകളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടതും, പേടിപ്പിക്കുന്ന രീതിയിലല്ല മക്കളെ വളർത്തേണ്ടതും. അത് മനഃശാസ്ത്രപരമായി ബാധിക്കുന്നൊരു വിഷയമാണ്, നമ്മളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് ആ രീതിയിൽ അപ്പോൾ എന്നാലും നമുക്കിടയിൽ നടന്നൊരു സമ്പ്രദായ രീതികൾ പറയുകയാണ്. അപ്പോൾ അതുപോലെ മക്കളെ കൊണ്ട് അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ഭയപ്പെടുത്തലുകൾ നടത്തിയതുപോലെ അതോ സാങ്കല്പികമായി ചില കഥാപാത്രങ്ങൾ ഉണ്ടാക്കി, സാങ്കല്പികമായി ചില ലോകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി നന്മയിൽ നിർത്തുക എന്ന രീതിയിലേക്ക് നരകമെന്നുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്, അതൊക്കെ പറയുകയാണ്, വെറും സങ്കല്പമാണെന്ന് പലരും കണക്കാക്കുന്നത്. അങ്ങനെ ഖബറിന് ശിക്ഷയില്ല, നരകമില്ല, വിചാരണയില്ല, ഇത് ഈ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതവുമില്ല എന്നാൽ നമ്മൾ കണക്കാക്കുന്ന അതില്ല. അതിനപ്പുറത്തേക്ക് ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ട ഘടകങ്ങളാണ്, ഘട്ടങ്ങളാണ്, നമ്മൾ കടന്നു പോകേണ്ട ഒരു ജീവിത യാഥാർത്ഥ്യമാണ് സ്വർഗവും നരകവും എന്നുള്ളത്. നരകം അങ്ങനെ നിഷേധിക്കേണ്ട സംഗതിയില്ല, വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് നിർവാഹവുമില്ല. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട് ഇതിന് പുറത്തൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് പുറത്തൊരു ലോകമുണ്ടായിരുന്നല്ലോ. ദുനിയാവ് പോലെ ഒരു മറ്റൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ടി വരും. പലപ്പോഴും നമുക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്നാൽ അപ്പുറത്തേക്കും ലോകങ്ങൾ വിശാലമായിരിക്കുന്നു. അത്രയും വിശാലമായ ഒരുപാട് ലോകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ, പഠനങ്ങളും ശാസ്ത്രപരമായ മുന്നേറ്റങ്ങളും അത്രയും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ, ഇതിനപ്പുറത്തൊരു ലോകം പടച്ചവൻ സ്വർഗവും നരകവുമായി സംവിധാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ നമുക്ക് മുമ്പിൽ വകുപ്പില്ല. അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. ആ വിശ്വസിച്ച് തീരൂ. ഒന്നാമത് വിശ്വസിച്ച് ആ വിശ്വാസം ഉറപ്പുവരുത്തുക. രണ്ടാമത് ആ നരകത്തിൻ്റെ ഭയാനത ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് നിരന്തരമായി അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ കാത്തോളണം എന്ന റസൂലിന്റെ പതിവ് പ്രാർത്ഥന റസൂൽ പ്രാർത്ഥിക്കാറുണ്ട്. ശഹാബത്തിനോടും മുസ്ലിങ്ങളോടും പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. നമസ്കാരത്തിൽ പോലും നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും കാതലായ ഭാഗം അല്ലാഹുവേ നരകത്തിൽ നിന്നുള്ള മോചനം നൽകണേ എന്നാണ്. നരകം വല്ലാതെ ഭയപ്പെടുത്തുന്നൊരു ലോകമാണ്. അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുവതിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നല്ല യുവത്വവും തുളുതുളുമ്പുന്ന പ്രായം, ആവേശമുള്ള പ്രായത്തിൽ ഒരു യുവതി ഇരുന്ന് കരയുകയാണ്. എന്താണ് ആയിഷ നിന്റെ സങ്കടം, എന്തിന് നീ കരയുന്നു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ യുവത്വത്തിന്റെ തിളപ്പുള്ള ആ പ്രായത്തിൽ പോലും ആയിഷ ബീവി പറഞ്ഞത് ദഖൽതു നാറ ഫബഖൈതു എന്ന്, നരകത്തെക്കുറിച്ച് ഓർത്തപ്പോൾ കരഞ്ഞു പോയതാണ് റസൂലേ എന്ന്.
നരകത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ്. എങ്ങാനും ഈ ആയിഷയുടെ കർമ്മങ്ങൾ അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പര്യാപ്തമാകാതെ പോവുകയും ആയിഷ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവർ കരഞ്ഞു പോയെന്നിരിക്കുമ്പോൾ നമുക്കിവിടെ കരച്ചിലുണ്ടായത്. നമ്മളെവിടെ നരകത്തെ ഭയന്നത്? നരകത്തെ ഭയന്നുകൊണ്ടും സ്വർഗത്തെ മോഹിച്ചുകൊണ്ടും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുമാണ് വിശ്വാസികൾ നന്മയിൽ നിൽക്കേണ്ടതും തിന്മയിൽ നിന്ന് മാറി നടക്കേണ്ടതും. ബശ്ശിറ വലാ തൻഫിറ, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണമെന്നൊരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ നദീറ, അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് മുബശ്ശിറം വ നദീറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും നരകം കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കാനും വേണ്ടിയാണ്. നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിൽ വിശാലമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നരകത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എഴുതാനോ കവിതയായി രചിക്കാനോ പാടാനോ പറയാനോ പ്രസംഗിക്കാനോ കഴിയാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യന് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും, ഒരു മനുഷ്യനും കേൾക്കാൻ കഴിഞ്ഞിട്ടുമില്ല, ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം തീവ്രമായൊരു ലോകമാണ് നരകം. അത്രയും മനോഹരമായ ഒരു ലോകം തന്നെയാണ് സ്വർഗവും. അതുകൊണ്ട് ഈ രണ്ടിനെ കുറിച്ചും മനുഷ്യന് ഊഹിക്കാവുന്ന വിധം ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ഖുർആൻ നോക്കൂ നിങ്ങൾ, ഖുർആന്റെ 1/3 പരലോകത്തിന് ചർച്ച ചെയ്യുക. ഖുർആനിൽ 1/3 പരലോകത്തിന്റെ ചർച്ച. കാരണം ദുനിയാവ് വളരെ ചെറിയൊരു കാലഘട്ടമാണ്. ഇവിടെ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ചരിത്രമുണ്ട്, പോയ കാലത്തിന് ചരിത്രങ്ങളുണ്ട്, മനുഷ്യനോട് നിർബന്ധമായി കൽപ്പിക്കുന്ന നിബന്ധനകളുണ്ട്, ശാസനകളുണ്ട്, താക്കീതുണ്ട്. എല്ലാം ദുനിയാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയമുണ്ട്, സാമ്പത്തികമുണ്ട്, വൈവാഹികമുണ്ട്, വൈയക്തികമുണ്ട്, സാംസ്കാരികമുണ്ട്. എന്നാൽ ഖുർആന്റെ 1/3 ഭാഗമെന്നുള്ളതും പരലോകത്തെക്കുറിച്ചാണ്. ആ വരാനിരിക്കുന്ന പരലോകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു വിശുദ്ധ ഖുർആൻ. കാലാകാലങ്ങൾ വന്ന പ്രവാചകന്മാർ എല്ലാവരും, കാലാകാലങ്ങൾ വന്ന എല്ലാ പ്രവാചകന്മാരും ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ട് ലോകത്ത് ഏറ്റവും എല്ലാ മനുഷ്യരും ചർച്ച ചെയ്തതും ഉന്നം വെച്ചതും ആ പരലോകത്തിന്റെ വിജയമാണ്. ആ പരലോക വിജയം അവസാനിക്കുന്ന എവിടെയാണ്? നരകമോചനത്തിൽ. ആ നരകത്തിൽ കടന്നു പോകാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അത്രയേറെ ഭയാനകമാണ് നരകമെന്നുള്ളത്. നരകം ഭയാനകമാണ്. ആ ഭയാനകമായ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ആ ഓർമ്മകൾ അവരെ കരയിച്ചിട്ടുണ്ട്. ആ ഓർമ്മകളാണ്, ആ ചിന്തകളാണ് അവരെ ഉറക്കമെഴുന്നേറ്റ് നമസ്കരിക്കാൻ പഠിപ്പിച്ചത്. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ, അള്ളാഹു നരകത്തിൽ വീണ്ടുപോയാൽ, നരകത്തിൽ പെട്ടുപോയാൽ എത്രയൊക്കെ ഭയാനകമായ നരകം. ഈ നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് ഖുർആൻ സംസാരിച്ചപ്പോൾ ഒറ്റ വാക്ക്, ഈ ഒരു വാചകം തന്നെ ധാരാളമാണ്. അതിലുള്ള തീയെക്കുറിച്ചോ അതിൻ്റെ പുകയെക്കുറിച്ചോ ആഴവും വണ്ണവുമല്ല ഇവിടെ പറഞ്ഞത്. ആ തീനാളങ്ങളിൽ നിന്ന് പറന്നുയരുന്ന, ആ തീജ്വാലയിൽ പറന്നുയരുന്ന തീപ്പൊരികളെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ആ തീപ്പൊരികൾ പോലും ഏതുപോലെ ഇരിക്കുന്നറിയുമോ? കൊട്ടാരങ്ങളുടെ വലിപ്പമുണ്ടാകും. അതിന് കൊട്ടാരങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങുകളുടെ വലിപ്പമുണ്ടാകും. അതിൽ നിന്ന് പറന്നുയരുന്ന തീപ്പൊരികൾക്ക് അത് കാണുമ്പോൾ മഞ്ഞ കുറെ ഒട്ടകങ്ങളെ, മഞ്ഞ ഒട്ടകങ്ങളെ വാരി ആകാശത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ ഒട്ടകങ്ങൾ പറന്നു പോകുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്കതിൻ്റെ തീപ്പൊരികളെ കാണാൻ കഴിയുക. വലിയ കൊട്ടാരങ്ങളുടെ വലിപ്പമുണ്ടാകും അതിൻ്റെ തീപ്പൊരികൾക്കെന്ന് വിശുദ്ധ ഖുർആൻ. അതിന് തീപ്പൊരികൾക്ക് പോലും ഇത്രയും തീവ്രതയും വലിപ്പവും ഉണ്ടെന്ന് പറയുമ്പോൾ ആ നരകത്തിലേക്കാണ് മനുഷ്യനെ വലിച്ചെറിയപ്പെടുക. ആ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാനാണ് മനുഷ്യനോട് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഈ നരകം അത്ര സുഖമുള്ള ലോകമല്ല, സുഖമുള്ള ലോകമല്ല നരകമെന്നുള്ളത്. നമ്മുടെ ആൾക്കാർ തമാശയ്ക്ക് വേണ്ടി പറയാണ് നരകത്തിൽ പോവാന്ന്. നരകത്തിൽ പോവാ, അവിടെ ആകുമ്പോഴത്തേക്കും എല്ലാ കുഴപ്പക്കാരും അവിടെ ഉണ്ട്, അവിടെ നമ്മൾ അവിടെ സൂചിച്ച് ജീവിച്ചോളാന്ന്. എന്നാലും സ്വർഗം വേണ്ട, നരകമാണ് ആഭാസത്തിന്റെ അരങ്ങുവാഴുന്ന ലോകം. അവിടെ പോയാൽ ഈ ലോകത്ത് നഗ്നനൃത്തമാടിയവരും വിവസ്ത്രയായി നടന്നവരും അങ്ങനെയുള്ള ആഭാസ വനിതകളെല്ലാം അവിടെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പൊക്കോളാം എന്ന് പറയുന്നവർ തമാശയ്ക്ക് പോലും പറയാൻ പറ്റിയ ഒരു പദപ്രയോഗമല്ലത്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലല്ലോ. അത്രയേറെ ഭയാനകമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? അതാണ് റസൂൽ പറയുന്നത്, എന്ന്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കരയുന്നത് കൂടുമായിരുന്നു, ചിരിക്കുന്നത് നന്നേ കുറവാകുമായിരുന്നു എന്ന്. നിങ്ങളുടെ പല്ലുകൾ പുറത്തു കാണില്ലായിരുന്നു, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകിക്കൊണ്ടേ ഒരിക്കുമായിരുന്നു. അത്രയും വലിയ യാഥാർത്ഥ്യങ്ങളാണ്, പൊള്ളുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് പരലോകത്ത് കാത്തിരിക്കുന്നത്. നരകം അത്രയേറെ ഭയാനകമാണ്. അതിന് തീപ്പൊരി പോലും ഇത്രയേറെ ഭയാനകമായ ഒരു രൂപത്തിലാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നരകം എത്ര ഉണ്ടാവും? നരകത്തിൻ്റെ ആളൽ എത്ര ഉണ്ടാകും? നമ്മൾക്ക് കത്തിക്കുന്ന തീയുടെ 70 ഇരട്ടി കരുത്തുണ്ട് അതിൻ്റെ ഓരോ തീ കനലുകളിൽ നിന്നാണ് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് തീയെ, മനുഷ്യനെ കരിപ്പിച്ച് കളയുന്ന തീയ. ഇവിടെ വിശ്വാസപ്രകാരം ചില മതവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ മരിച്ചുപോയാൽ ദഹിപ്പിക്കലാണ് രീതി.
അതിന് തീ തന്നെ ധാരാളമാണ്. മനുഷ്യനെ ദഹിപ്പിക്കാണ്. പച്ചയായ മനുഷ്യനെ ദഹിപ്പിച്ചു കളയാൻ ഈ ദുനിയാവിലെ തീ തന്നെ പാകപ്പെട്ടതാണെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലാഹു ഇതിൻ്റെ 70 ഇരട്ടി പവറുള്ള ഒരു തീ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്? നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുമോ? അത്രയേറെ ഭയാനകമായ കരുത്തുറ്റൊരു തീയെ കാണിക്കാൻ പോലും കഴിയുമോ? ദൂരെ വെച്ച് തന്നെ നമ്മൾ ചാമ്പലായി മാറില്ല. അതുകൊണ്ട് അല്ലാഹു നമ്മളെയൊക്കെ മാറ്റും, നമ്മുടെയൊക്കെ വലിപ്പം മാറ്റും, ശരീരത്തിന് ഘടന മാറ്റും, ഈ രൂപമൊക്കെ മാറും. ഉഹുദ് മലയുടെ വലിപ്പം ഉണ്ടാകും ഒരു മനുഷ്യൻ്റെ ഒരു പല്ലിനെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് താങ്ങി നിൽക്കണ്ടേ? ഇതങ്ങ് താങ്ങി നിൽക്കണ്ടേ? ഒരു മനുഷ്യൻ അല്ലാഹു നരകത്തിലിടുന്ന മനുഷ്യന് ഉഹുദ് മലയുടെ വലിപ്പം ഉണ്ടാകുന്ന പല്ലായിരിക്കും ഉണ്ടാവുക. അത്രയേറെ വലിപ്പമുള്ളവനാക്കി മാറ്റിയിട്ട് നരകത്തിലേക്ക് ആ മനുഷ്യനെ വലിച്ചെറിയപ്പെട്ടുകൊണ്ടേയിരിക്കും ഓരോ മനുഷ്യനെയും. നിങ്ങൾ ആലോചിച്ച് തലകുത്തി നിൽക്കുന്നവനെ കാണാം, കാലൂന്ന് നിൽക്കുന്നവനെ കാണാം. നരകത്തിൽ പല പല തട്ടുകളായി മനുഷ്യൻ, പല പല തട്ടുകളിലായിട്ട് ഏറ്റവും താഴെ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, ഏറ്റവും താഴെയാണ് ഏറ്റവും ഭയാനകമായ ഏരിയ. സ്വർഗത്തിന്റെ വിഷയം പറയുമ്പോൾ ഏറ്റവും ഉയരത്തിലെത്തുമ്പോഴാണ് ഏറ്റവും വലിയ ടോപ്പ് ക്ലാസ്. അവിടെയാണ് ഏറ്റവും വലിയ സൗകര്യങ്ങളുള്ളത്, ഏറ്റവും വലിയ ലക്ഷറി സംവിധാനമുള്ളത്. അമലുകളുടെ വലിപ്പം പോലെ ഒരു മനുഷ്യൻ ചെയ്ത നന്മയുടെ തൂക്കം നോക്കിയിട്ട് ഏറ്റവും നന്നായി പ്രവർത്തിച്ചവന് ഉന്നതമായ സ്ഥാനം. അവിടെ ഒരുപാട് അലങ്കാരങ്ങളുണ്ട്. എന്നാൽ നരകമാണെങ്കിൽ താഴോട്ട് വരുന്തോറും അത് കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോഴും തീവ്രത കൂടിക്കൊണ്ടേയിരിക്കും. കർമ്മങ്ങൾ മോശമായി പോയവർ, ഏറ്റവും മോശമായി പ്രവർത്തിച്ചവൻ, അവൻ ഏറ്റവും താഴെത്തട്ടിലുണ്ടാകും. ഈ ദുനിയാവിൻ്റെ നീതിയല്ലല്ലോ പരലോകത്തിൻ്റെ നീതി. 1000 പേരെ കൊന്നവനെയും ഒരിക്കൽ തൂക്കിലേറ്റാൻ മാത്രമേ ഇവിടെ സാധ്യമാവുകയുള്ളൂ. എന്നാൽ 1000 പേരെ കൊന്നവനെ ആ പാപത്തിനനുസൃതമായുള്ള ശിക്ഷ കൊടുക്കാൻ നരകത്തിൽ സംവിധാനമുണ്ട്. അതുപോലെ സ്വർഗത്തിലും മനുഷ്യൻ ചെയ്ത നന്മകൾക്ക് ഈക്വൽ ആയിരിക്കില്ല പ്രതിഫലം എന്നുള്ളത്. നന്മ കൂടുതൽ ചെയ്തവന് അത്രയും ദറജ അവിടെ ഉണ്ടാകും. അവിടെയും ഖുർആൻ പറഞ്ഞൊരു വാചകം നോക്കൂ, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ നാട്യക്കാരാണെന്ന്, നാടകം നടിച്ചവരാണ് എന്ന്, മുസ്ലിമായി അഭിനയിച്ചവരാണ് എന്ന്, ആ കപട വിശ്വാസികളാണെന്ന് വിശുദ്ധ ഖുർആൻ. ഭയപ്പെടണം, നമ്മൾ വല്ലാണ്ട് ഭയപ്പെടണം. ഈ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് നടക്കുകയും എന്നാൽ ഇസ്ലാമോ വിശ്വാസമോ ജീവിതത്തിൽ കൊണ്ടു നടക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അത്തരം ആൾക്കാർ, ഈ കപടന്മാർക്ക് വേണ്ടിയാണ് നരകത്തിന്റെ താഴെത്തട്ടെന്ന് വിശുദ്ധ ഖുർആൻ. ആ നിഫാഖ് തരമാണ് സഹാബത്ത് ഭയന്നത്. ആ ഭയമാണ് അവരെ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാക്കിയത്. നമ്മുടെ ആത്മവിശ്വാസമൊക്കെ വലിച്ചെറിയണം. അമിതമായൊരു ആത്മവിശ്വാസമുണ്ടല്ലോ. 5 നേരം നമസ്കരിക്കുന്നതിൻ്റെ പുറത്ത് നമ്മളൊക്കെ അങ്ങ് സ്വർഗം പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ അവരുടെ ഈ വിശ്വാസത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ സ്വർഗത്തെക്കുറിച്ചും മാത്രം നമ്മൾ ആശങ്കപ്പെടുകയും ചെയ്യുമ്പോൾ ഭയക്കണം നമ്മൾ. ഈ നാടകങ്ങളെങ്ങും അല്ലാഹുവിൻ്റെ മുമ്പിൽ വിലപ്പോവില്ല. മുനാഫിക്കിൻ്റെ പട്ടികയിലാണ് നമുക്ക് ഇടമുള്ളതെങ്കിൽ നരകത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നമ്മൾ പതിക്കില്ലേ? ദുനിയാവിൽ തന്നെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്ന നമ്മൾ. ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും പാർശ്വവൽക്കലുകളും അങ്ങനെ ഇസ്ലാം എന്ന മതം പേറിയതിൻ്റെ പേരിൽ ഒരുപാട് അവഗണനകൾ, നിന്ദകൾ, അവകാശ നിഷേധങ്ങൾ, നീതി നിഷേധങ്ങൾ എല്ലാം സഹിച്ച് ജീവിച്ചിട്ട് അവസാനം ഈ ഈമാൻ അല്ലാഹു എടുക്കില്ല. ഈ നാടകങ്ങൾ വേണ്ട, നീ പേര് കൊണ്ട് മാത്രം മുസ്ലിം ആയതുകൊണ്ട് നിന്നെ പരിഗണിക്കാൻ കഴിയില്ല, വിശ്വാസം നെഞ്ചിൽ കയറിയിട്ടില്ല, കർമ്മങ്ങൾ ഈമാനിലായിരുന്നു, ഇസ്ലാമില്ലായിരുന്നു, ഇതാഅത്തും ഇഖ്ലാസും ഇല്ലായിരുന്നു, നീ റിയാ കൊണ്ട് മാത്രം ജീവിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ നിഫാഖിന്റെ പേരിൽ അല്ലാഹു നമ്മളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ എത്രയേറെ സങ്കടകരമാണ്, എത്ര വലിയ പരാജയമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഗൗരവത്തോടെ ആലോചിക്കണ്ടേ? ആ നരകത്തിൽ നിന്ന് മോചനം ഉറപ്പ് വരുത്തുന്നത് വരെ മനുഷ്യൻ എല്ലാവർക്കും ലക്ഷ്യം ഉണ്ടാവൂലേ? ഓരോ മനുഷ്യൻ നമ്മൾ ഒരു വിഷയം എയിം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു വിഷയത്തെ ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണം എന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്നത് വരെ നമ്മുടെ ബാക്കി ഏത് കാര്യങ്ങളും ശ്രദ്ധ ഉണ്ടാവില്ല. ഇപ്പം ഇന്നിപ്പോൾ ഈ ജുമാ നടത്തണം എല്ലാ വെള്ളിയാഴ്ചയും. നമ്മുടെ ശൈലി എന്ന് പറഞ്ഞാൽ ജീവിത രീതി എങ്ങനെയാണ്? ജുമാ നടത്താൻ ഒരു പള്ളിയിൽ എത്തണം എങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഈ ജുമ പൂർത്തിയാകുന്നത് വരെയും നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിലായിരിക്കും. ആകെ ആ ടെൻഷനായിരിക്കും. യാത്രയിൽ പോലും ആ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇത് പൂർത്തിയാകും, ആ ഒരു ദൗത്യം പൂർത്തിയായി, റിലാക്സായി, പിന്നെ ഭക്ഷണം പോലും കഴിക്കുമ്പോൾ നന്നായി കഴിക്കാൻ കഴിയുക. അത് തിരക്ക് പിടിച്ച് ഭക്ഷണം കഴിച്ച് ഓടി അവിടെ നിന്ന് ഇവിടെ എത്തി, ഈ ഒരു ദൗത്യം നമുക്ക്, ഈ ബോധം നമുക്കുണ്ട് എല്ലാ മനുഷ്യർക്കും. ആ നരകത്തിൽ നിന്ന് ആ നരകമോചനം ഉറപ്പുവരുത്തി സ്വർഗം ലഭിക്കുന്ന ആ നിമിഷം വരെയും വിശ്രമിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുന്നു? ആലോചിച്ച് നമുക്ക് എത്ര ഗൗരവമുണ്ട്. കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന്, തരണമെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഏത് വിഷയമില്ലാന്ന് ആ നിലയിലാണോ നമ്മൾ കണക്കാക്കേണ്ടത്? അത്ര നിസ്സാരമാണോ നരകമെന്നുള്ളത്? നമ്മൾ എത്ര ജാഗ്രതയോടെയാണ് പല ഭാഗത്തു നിന്ന് മാറി നിൽക്കുന്നത്. ഇവിടെ ഒരു പോലീസ് കേസാവാൻ നമുക്ക് പേടിയാണ്. ഒരു പോലീസ് കേസായാൽ അത് വലിയ പൊല്ലാപ്പായി, പിന്നെ ഒരു ജയിൽ, ഒരാഴ്ച റിമാൻഡ് ചെയ്ത് 3 ദിവസമെങ്കിലും ഒരു ജയിലിൽ കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ നമ്മൾ നിൽക്കും. എത്ര സൂക്ഷ്മതയോടെ നമ്മൾ മാറി നടക്കുന്നത്. ഒരു കയ്യാങ്കളിക്ക് പോലും തർക്കത്തിന് പോലും ഇങ്ങോട്ട് വന്നാലും പോവില്ല. ഇനി അങ്ങോട്ട് വന്ന് എങ്ങാനും ഒരു വാക്ക് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് വേണ്ട, ഒരു കേസിന് പോകണ്ട, പൊല്ലാപ്പിന് പോകണ്ടെന്ന് വിചാരിക്കും. ഒരു ദിവസം പോലും റിമാൻഡ് ചെയ്യപ്പെട്ടൊരു പ്രതിയായി ജയിലിൽ കിടക്കാൻ പോലും സാഹചര്യം ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കരുതലോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾ. അങ്ങനെ ദുനിയാവിൻ്റെ ഈ ജയിലല്ലോ ഇത്.
ദുനിയാവിൻ്റെ ജയിൽ വലിയ സൗകര്യമുള്ള ലോകമാണ്. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ സൗകര്യം ഇവിടെ ആകെ ഉള്ളത് അധ്വാനിക്കാതെ സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റിയ ഒരേ ഇടം ജയിൽ തന്നെയാണ്. ഇപ്പോൾ ആ ഒരു അവസ്ഥയാണ്. മനുഷ്യാവകാശം എന്നുള്ള സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ അത് മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ നമ്മൾ ഈ ദുനിയാവിൻ്റെ ജയിൽ പോലും നമ്മൾ ഭയപ്പെടുമ്പോൾ ആ നരകമുണ്ടല്ലോ, ആ നരകത്തിൻ്റെ ജയിലിൻ്റെ തടവറകൾ എത്രയോ ഉണ്ട് ശിക്ഷയുടെ. ആ ശിക്ഷയുടെ ലോകത്തെക്കുറിച്ച് ഭയന്നിട്ടുണ്ടോ നമ്മൾ ഒരിക്കലെങ്കിലും? അതിൽ നിന്നൊരു മോചനം ഉറപ്പ് വരുത്താത്തത് വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആ ചിന്തകൾ നമ്മൾ ഉണർത്തിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൻ്റെ ഉദ്ഘാടകൻ എന്ന നിലയിൽ റസൂലിനെ പരിചയപ്പെടുത്തുന്ന പലപ്പോഴും ആദ്യം സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നത് മുഹമ്മദ് നബിയും അനുയായികളുമെന്ന് ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഉറക്കമില്ലാത്ത രാവുകൾ കൊണ്ട് അല്ലാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജന്നത്തുൽ ബഖീ എന്ന ശ്മശാനത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് വിശ്വാസികളുടെ ആ ശ്മശാനത്തിൽ ഇറങ്ങി നിന്നിട്ട് നട്ടപ്പാതിരാത്രി റസൂലുള്ളാഹി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു റസൂലിന് ഉറങ്ങാൻ കഴിയുന്നില്ല. നാളത്തെ പരലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, തന്റെ സമുദായത്തിന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, നാളെ പരലോകത്ത് പോലും പടച്ചവന്റെ മുമ്പിൽ സുജൂദിൽ വീഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയുമോ? ഈ നരകത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹുവേ, എൻ്റെ സമുദായം അവരില്ലാതെ എനിക്കെന്ത് ആഘോഷം, അവരില്ലാതെ എന്തെനിക്ക് സ്വർഗം, അവരെയും വേണം അല്ലാഹുവേ ആ നരകത്തിലിട്ട് കരിക്കലേ എന്ന് റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീഴാൻ അത്രയേറെ ഗൗരവം റസൂൽ കാണിക്കുമ്പോൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളുടെ അരക്കച്ചയിൽ പിടിച്ച് പുറകോട്ട് വലിക്കാണ്, ചാടല്ലേ തീയാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങളോ ഈയാമ്പാറ്റകളെ പോലെ കത്തിച്ചു വെച്ച വിളക്കിലേക്ക് പാറി വന്ന ഈയാമ്പാറ്റകളെ പോലെ തടഞ്ഞിട്ടും തട്ടിമാറിയിട്ട് നിങ്ങൾ ആ തീയിലേക്ക് വന്നു വീണ് വെന്തുരുകി ചിറകുകൾ കരിഞ്ഞ് താഴെ വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എത്ര ദയനീയമായ കാഴ്ചയാണ് ലോകത്തിന്റെ നായകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വത്തഖുന്നാറ വലൗ ബിശ്ശിക്കി തംറ, ഞാൻ പറഞ്ഞ വഴി നടക്ക്, ഏറ്റവും ചുരുങ്ങിയത് ഒരു കാരക്കയെങ്കിലും ദാനം ചെയ്തുകൊണ്ട് എൻ്റെ വഴിക്ക് വാ, നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാരക്കയുടെ കീറെങ്കിലും വെക്ക്, നരകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് എൻ്റെ വഴിക്ക് വരാൻ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നരകത്തിൽ നിന്നൊരു മോചനം കണക്കാക്കിയിട്ട് 10 പൈസ ചിലവാക്കിയിട്ടുണ്ട് നമ്മൾ 10 പൈസ ചിലവാക്കിയെങ്കിൽ അതിന് 10,000 രൂപയുടെ പ്രശസ്തി നമുക്ക് വേണം, പബ്ലിസിറ്റി നമുക്ക് വേണം. അങ്ങനെ ദുനിയാവ് കാണാൻ, ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതെൻ്റെ നരകമോചനത്തിന് ഈ 1 രൂപ എന്ന് പറഞ്ഞു വെക്കാൻ നിങ്ങൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അതല്ലേ അവിടെയാണ് വേണ്ടത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് അശ്രാന്തം പരിശ്രമിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് റമദാനിലെ ഉറക്കമൊഴിച്ചിലുകൾ? എന്തിനു വേണ്ടി ഖുർആൻ എന്ന ഗ്രന്ഥം എടുത്ത് വായിച്ചിരുന്നു? എന്തിനു വേണ്ടി പള്ളിയിൽ ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നു ഇഅ്തികാഫായി? ജനങ്ങൾ തിരക്ക് പിടിച്ചോടെയാണ്, കാലിൽ തീ പിടിച്ചതുപോലെ ജനങ്ങൾ പരക്കം പായുകയാണ്. 10-60 വർഷം ജീവിക്കുമ്പോൾ കാലിൽ തീ പിടിച്ച കണക്ക് പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നിന് പിറകെ ഒന്നായി ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾ, മോഹങ്ങൾ പൂവണിയിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ നമ്മളിവിടെ മാറിയിരിക്കുമ്പോൾ ആലോചിക്കേണ്ട എന്തിനു വേണ്ടിയാണെന്ന്. ചെയ്യുന്ന പ്രവൃത്തികൾ, ആ കർമ്മങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകണമെങ്കിൽ ലക്ഷ്യബോധം വ്യക്തമായിരിക്കണം. ആ നരകത്തിന്റെ മോചനം ഉറപ്പുവരുത്താൻ കഴിയുന്ന നിമിഷം വരെയും നമ്മുടെ ഈ വിശ്രമമില്ലാതെ പരിശ്രമിക്കുമ്പോൾ തന്നെ അതിൽ ആത്മാർത്ഥതയുണ്ടാകണം. ആ തീവ്രമായ ലക്ഷ്യബോധം നമുക്കുണ്ടാകണം. ആ നരകം നമുക്ക് വേണ്ട. വളരെ മോശമായ സംഗീതമാണ്. നിങ്ങൾക്കറിയുമോ അതിൻ്റെ തീവ്രത എന്ന് പറയുമ്പോൾ? റസൂലുള്ളാഹി പറയുന്നത് നമ്മുടെ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് സഖൂമിൻ്റെ ഭക്ഷണമാണ് എന്ന്. നിങ്ങൾക്കറിയുമോ സഖൂം എന്ന് പറഞ്ഞാൽ? അത് നരകത്തിൻ്റെ താഴെത്തട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു വൃക്ഷത്തിൻ്റെ കായ്കളാണ് എന്ന്. ആ കായ്കൾ ഇങ്ങനെ പുറത്തേക്ക് നിലയിക്കുന്നത് ഷെയ്ത്താന്റെ തലകൾ പോലെയുള്ള ശിഖരങ്ങളുള്ള പരത്തിലെ കണികളാണ് ഈ സഖൂം എന്ന പഴം. ഈ സഖൂം എന്ന പഴമാണ് മനുഷ്യന് കഴിക്കാൻ കൊടുക്കുക. അതിൽ മുള്ളുകൾ ഉണ്ടാകും. അത് അകത്തേക്കിട്ടാൽ പുറത്തൂടെ അത് അവൻ്റെ ഗുദഭാഗത്തിലൂടെ പുറത്തേക്ക് അത് കരിച്ചുകൊണ്ട് പുറത്താടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി സഖൂമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് അതിൻ്റെ ഒരു തുള്ളി, ആ പഴത്തിൻ്റെ ഒരു തുള്ളി എങ്ങാനും ദുനിയാവിൽ വീണാൽ ദുനിയാവ് മുഴുവൻ നശിച്ചു പോകാൻ അത് മതിയാകുമായിരുന്നു എന്ന ഒരു തുള്ളി, ഒരേ ഒരു തുള്ളി സഖൂം എന്ന പഴത്തിൻ്റെ ഒരു തുള്ളി എങ്ങാനും ഈ ദുനിയാവിൽ വീണാൽ ഈ ദുനിയാവ് മുഴുവൻ നശിച്ചു പോകാൻ അത് മതിയാകുമായിരുന്നു എന്ന്. അത്രയും കഠിനമായ പഴങ്ങൾ നൽകപ്പെടുന്ന അതൊരു പഴമല്ല. മനുഷ്യൻ വിശന്ന് ആ മനുഷ്യ റബ്ബിനോട് ചോദിക്കും. അപ്പോൾ കൊടുക്കുന്ന ഇതാണ്, കുടിക്കാൻ ഹമീമാണ് കൊടുക്കുന്നത്. എന്ന് വിശുദ്ധ ഖുർആൻ. അതാണ് അവർക്ക് കൊടുക്കുന്ന വെള്ളം, ആ ഉരുകി ഒലിക്കുന്ന ലോഹം പോലെയുള്ള വെള്ളം, ആ തിളച്ചു പൊന്നുന്ന വെള്ളം മുഖത്തേക്ക് അടുപ്പിക്കുമ്പോൾ മുഖത്തിൻ്റെ തൊലികളെല്ലാം കരിഞ്ഞ് അതിലേക്ക് വീഴും. അവനകത്തേക്ക് കുടിക്കുമ്പോൾ അവനകത്തുള്ള എല്ലാ അവയവങ്ങളും കരിച്ചുകൊണ്ട് പുറത്തേക്ക് അത് പുറന്തള്ളി പോവും. അങ്ങനെ എന്നീ മോശമായ മ്ലേച്ഛമായ മുസ്തഖറമുഖാമ എന്ന് ഖുർആൻ പറഞ്ഞ നരകത്തിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് അതിൽ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഉള്ളത്. അതാ ഖുർആൻ പറയുന്നത്.
ഏറ്റവും മോശപ്പെട്ട പാനീയം തന്നെ ഇതെന്ന് ഖുർആൻ. അങ്ങനെ മനുഷ്യർ പറഞ്ഞു പോകും. അത്രയും ഭയാനകമായ ഒരു ലോകം, നരകം. ആ നരകം മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നോക്കൂ, നിങ്ങൾ മുമ്പിൽ നരകമുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയണം നമുക്ക്. കൺമുമ്പിൽ നരകത്തെ വെച്ചുകൊണ്ട് അത് നേരെ ഉയരെ അള്ളാഹുവിനെയും കണ്ടുകൊണ്ട് വലത്തുമിടത്ത് അവനവന് കർമ്മങ്ങൾ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് നാളെ പരലോകത്ത് എന്ന് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ ബൈനഹു വബൈന അല്ലാഹി തർജുമാൻ. അന്ന് അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിൽ വിവർത്തകൻ ഉണ്ടാവില്ല. നേർക്ക് നേരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കും. അവിടെ നരകമാണ് മുമ്പിലുള്ളത്. വലതുഭാഗത്ത് നന്മകൾ, ഇടതുഭാഗത്ത് തിന്മകൾ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെ എന്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. നരകമോചനം ഉറപ്പുവരുത്താൻ വേണ്ടി വലതുഭാഗത്തൊന്നും കാണാൻ കഴിയില്ല, ഇടതുഭാഗത്ത് തിന്മയുടെ കൂമ്പാരങ്ങൾ ഉണ്ടാകും. എന്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ തലയുയർത്തി നിൽക്കും? പടച്ചവൻ്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടവരല്ലേ? വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജീവിതമാണ് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടത്. വലിയ ദൗത്യമുള്ളൊരു ജീവിതമാണ്. ആ ദൗത്യം മറന്നുകൊണ്ട് ദുനിയാവിൻ്റെ ഈ പകടകളിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരല്ല നമ്മൾ. ഇവിടെ നമ്മൾ കളിച്ചും രസിച്ചും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചുപൊളി ലൈഫ്. ഇവിടെ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെയാണ്. എല്ലാം എന്ത് ചെയ്യുക, മറന്ന് ജനങ്ങൾക്കൊപ്പം അടിച്ചു പൊളിച്ച് ജീവിച്ച ആൾക്കാർ നരകത്തിൽ കിടക്കുമ്പോൾ അവരോട് ചോദ്യമുണ്ടാകും, മാ സലക്കക്കും ഫി സക്കർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ വല നകു നുതിഉൽ മിസ്കീൻ വകുന്നാ നഖൂദു മൽ ഖായിനീൻ. എന്തേ നരകത്തിലെന്ന് അവരോട് ചോദിക്കപ്പെടും. നിങ്ങൾ എന്തേ നരകത്തിലായിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയുന്ന മറുപടി എന്ന് ഖാലു ലം നകു മിനൽ മുസല്ലീൻ. നമ്മൾ കൃത്യമായി നമസ്കരിക്കാൻ അങ്ങ് സമയം കണ്ടെത്തിയില്ല. മിസ്കീൻ, നമ്മൾ ആൾക്കാർ അഗതികളെങ്ങും ആഹാരം കൂട്ടാൻ വേണ്ടിയിട്ടും ശ്രമിച്ചില്ല, അതിനുവേണ്ടി സമയം കണ്ടെത്തിയില്ല. നമ്മൾ ഇങ്ങനെ ഒരു ദിവസവും നമ്മളങ്ങ് ഉറപ്പായിട്ട് വിശ്വസിച്ചിരുന്നില്ല. നമ്മൾ കളവാക്കിയതാ. ഇങ്ങനെ ഒരു നരകമുണ്ടെന്നെങ്കിലും നമ്മളങ്ങ് വിശ്വസിച്ചില്ല, നമ്മൾ കള്ളമാക്കി കളഞ്ഞു. അതൊക്കെ വെറും കള്ളക്കഥകളാണെന്ന് കണക്കാക്കി. അലസന്മാർക്കൊപ്പം കളിച്ചും ഉല്ലസിച്ചും രസിച്ചും ഇങ്ങനെ തിന്ന് കുടിച്ച് മതിച്ച് രമിച്ച് അങ്ങനെ ജീവിക്കായിരുന്നു നമ്മൾ. പെട്ടെന്നാണ് മരണം വന്നത്. മരണം വന്നപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. ഉറപ്പുള്ള അറിവ് വന്നപ്പോഴേക്കും, മരണമാണല്ലോ ഉറപ്പുള്ള അറിവ്, ആ അറിവ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ജീവിതം തന്നെ ഇല്ല. റബ്ബിനോട് ഒരവസരം കൂടിയെന്ന് മരണമെന്ന ഉറപ്പ്, നമ്മൾ ആ മരണത്തോടുള്ള തിരിച്ചറിവുകൊണ്ട് മനുഷ്യൻ ആ ഉറപ്പായ അറിവിലേക്ക് മനുഷ്യനെത്തി കഴിയുമ്പോൾ റബ്ബിനോട് പറയുന്നത്, അല്ലാഹുവേ ഒരവസരം കൂടിയെന്ന്, ഒരേ ഒരു അവസരം കൂടിയെന്ന്. കഴിയോ? ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസരം അല്ലാഹു വെക്കൽ ഒരു മനുഷ്യനുമില്ല. ഒരു മടങ്ങിവരവ് മരണത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ അവസാനം നരകത്തിൽ കിടക്കുന്ന മനുഷ്യനും റബ്ബിന്റെ മുമ്പിൽ എന്താ പറയുന്നത്? അല്ലാഹുവിനോട് നരകത്തിൽ കിടക്കുന്ന മനുഷ്യർ ആർത്തട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമെന്ന് യസ്തരീഖൂന ഫിഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ. അല്ലാഹുവേ ഒന്ന് പുറത്താക്കണേ ഈ നരകത്തിൽ നിന്ന്. നഅമൽ സ്വാലിഹൻ, നല്ലത് പ്രവർത്തിക്കാൻ നമ്മൾ. മുമ്പ് ചെയ്തതുപോലെയല്ല. മുമ്പ് നമ്മൾ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ചെയ്ത പ്രവർത്തികളൊന്നുമല്ല. എല്ലാ നന്മകളും നമ്മൾ ചെയ്തു കൊള്ളാം അല്ലാഹുവേ, ഒരവസരം കൂടിയെന്ന് അല്ലാഹുവിനോട് നരകത്തിൽ കിടക്കുന്ന മനുഷ്യർ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ മറുചോദ്യം, അവരും നിങ്ങൾക്ക് ഞാൻ ആയുസ് നീട്ടി നൽകിയില്ലേ എന്ന്. മുന്നറിയിപ്പുകാരും വന്നില്ലയോ എന്ന്. അല്ലാഹുവിൻ്റെ ചോദ്യം എന്താണ്? ആദ്യമായി ചെയ്ത ഒരു പാപത്തിൻ്റെ മേൽ പിടിച്ചുപിടിട്ടതല്ലോ. നിങ്ങൾ ചെയ്ത ആദ്യത്തെ പാപത്തിന് നിങ്ങളെ പിടികൂടി നരകത്തിലിട്ടതാണോ? അല്ല. നിങ്ങൾ ചെയ്തു പാപങ്ങൾ പലതും ചെയ്തു, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകി, പിന്നെയും നിങ്ങൾ ജീവിച്ചു. മുന്നറിയിപ്പുകാർ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ഖുർആൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇസ്ലാമിൻ്റെ ചർച്ചകൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അല്ലാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ നിങ്ങൾ കേട്ടുപോയതല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ല? അപ്പം ആയുസ് നീട്ടി നൽകി. അല്ലാഹു ഉദ്ദേശിച്ചു അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഹത്തും നിങ്ങളെ പിടിക്കാൻ കഴിയുമായിരുന്നു, ആദ്യം ചെയ്ത പാപത്തിന് പോലും. അല്ലാഹു തീരുമാനിച്ചാൽ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ്. എൻ്റെ ഏറ്റവും കാരുണ്യവാനായ, ഏറെ പൊറുക്കുന്നവനായ നിന്റെ നാഥനുണ്ടല്ലോ, നിന്റെ റബ്ബ് അല്ലാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ ആദ്യത്തെ പാപത്തിനെ മനുഷ്യന് പിടിക്കാൻ കഴിയുമായിരുന്നു. വിട്ടുകൊടുത്തു അല്ലാഹു. ജീവിക്കട്ടെ എന്ന് മനുഷ്യൻ തിരുത്തി മടങ്ങുന്ന നിമിഷമാണ് അല്ലാഹു ദുനിയാവിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരെയല്ല, തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്ന മനുഷ്യരെയാണ് അല്ലാഹു ഈ ഭൂമിയിൽ വേണ്ടത്. അതിന് പശ്ചാത്താപത്തിൻ്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് പടച്ചവൻ കാത്തിരുന്നില്ലേ? തൊണ്ടക്കുഴിയിൽ റൂഹത്തുവോളം അല്ലാഹു മരണം വരെ നിങ്ങളെ കാത്തിരുന്നില്ലേ പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ട്? എവിടെ പശ്ചാത്തപിച്ചവർ? ആയുസ് നീട്ടി നൽകിയില്ലേ? എത്രയോ തിന്മകൾ ചെയ്തിട്ടും പിന്നെയും നിങ്ങൾ ജീവിച്ചില്ലേ? ഇവിടെ എത്ര ചർച്ചകൾ നടന്നു. ഇവിടെ ഖുർആൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മുന്നറിയിപ്പുകാരും ഉണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് ഇനിയൊരു മടക്കമോ? സാധ്യമല്ല, അസാധ്യമെന്ന് ഖുർആൻ.
പിന്നെ ഒരു അവസരം ഉണ്ടാവില്ല. അങ്ങനെ ഖേദിച്ചിട്ട് കാര്യമില്ല. എല്ലാം നഷ്ടപ്പെട്ടിട്ട് എല്ലാം കഴിഞ്ഞു പോയിട്ട് വൈകി വന്നൊരു കത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയവരെ പോലെ നമ്മൾ വിലപിച്ചത് കൊണ്ട് കാര്യമില്ല. കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയണം. അവനാണ് ഏറ്റവും വലിയ വിവേകി. ഈ ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിട്ടവനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഡാവിഞ്ചിയുടെ ചിത്രങ്ങളുടെ ഉള്ളറയിലെ രഹസ്യങ്ങൾ തേടിപ്പിടിച്ചവനോ വർഷങ്ങൾ തപസ്സിരുന്നിട്ട് ഒരുപാട് ശാസ്ത്ര ഗവേഷണങ്ങൾ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവനുമല്ല. ഏറ്റവും വലിയ വിവേകശാലി ആരെന്നറിയുമോ? മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തൊട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചവൻ. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിശാലി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളേക്ക് വേണ്ടി കരുതി വെച്ചവനേക്കാളും മഹത്തായ സംഭാവനകൾ ഈ ദുനിയാവിൽ ചെയ്തു വെച്ചവൻ ആരെയും കാണാൻ കഴിയില്ല. അത്രയേറെ സമർത്ഥനും അത്രയേറെ വിവേകിയുമാണ് അത്തരം മനുഷ്യരെന്നാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിരീക്ഷണം. അതാണ് നമുക്ക് വേണ്ടത്. ഈ അപ്പുറത്തുള്ള ജീവിതത്തിന് വേണ്ടി എന്തുണ്ട് കയ്യിൽ, അതാണ് നമ്മൾ നോക്കേണ്ടത്. നാളെ 5-6 ദിവസം അല്ലെങ്കിൽ 10-12 വർഷം കൂടി ജീവിക്കാൻ ആവശ്യമായത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അങ്ങനെ നമ്മൾ കണക്കാക്കുന്നത് എൻ്റെ ഇവിടെ ശേഖരിച്ച് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. നെഞ്ചകത്തിരിക്കുന്ന ഹൃദയത്തിൽ പോലും കത്തിക്കേറുന്ന നരകമുണ്ടല്ലോ, നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലി വല ലഫിദ, അതാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് കയ്യിൽ, അതാ ചോദ്യം. അതുകൊണ്ട് ഗൗരവത്തോടെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ ഏറ്റവും മഹത്തായ സവിശേഷതകൾ എണ്ണുമ്പോൾ അതിൽ അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യമാണ് അള്ളാഹുവേ റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖുറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വമുഖാമ എന്ന്. അള്ളാഹുവേ ഈ നരകത്തിൽ നിന്ന് നിരന്തരമായി വേട്ടയാടുന്ന നരകത്തിൽ നിന്ന് അള്ളാഹുവേ നീ നമ്മളെ രക്ഷിക്കണേ എന്ന് അള്ളാഹു നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടുമിരിക്കുക. അള്ളാഹു നമ്മളെയും നമ്മളെ സ്നേഹിക്കുന്ന ഏവരെയും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗ്ഗം ഉറപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ.